ഹലോ, നിരാമയ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇന്ന് നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്താലോ. നമ്മളെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. അപ്പോൾ ഇന്ന് നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെയൊക്കെ അപേക്ഷിക്കാം, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ. മസ്തിഷ്ക ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി സാമൂഹ്യ നീതി വകുപ്പും നാഷണൽ ട്രസ്റ്റും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി. ഇതിൽ നമുക്ക് ഒരു വർഷത്തിൽ 1,00,000 രൂപ വരെ ഇൻഷുറൻസ് സ്കീമായിട്ട് കിട്ടുന്ന പദ്ധതിയാണ് ഇത്. നാഷണൽ ട്രസ്റ്റിന്റെ 1999 ആക്ട് പ്രകാരം നടന്നു വരുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ വേണ്ടി അപേക്ഷിക്കാന്ന് വെച്ചാൽ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട സെറിബ്രൽ പാൾസി അഥവാ CP, ഓട്ടിസം, മെന്റൽ റിട്ടാർഡ്നെസ് MR അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി, ഈ 4 കണ്ടീഷനിലുള്ള ഈ 4 കണ്ടീഷനാണെന്ന് നമുക്ക് സർട്ടിഫൈ ചെയ്ത് കിട്ടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് ഇല്ല, അതായത് കുട്ടികൾക്കോ വലിയവർക്കോ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാശ് ചെലവോ ഒന്നുമില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആണെങ്കിൽ പോലും ഇത് ഓരോ വർഷം പുതുക്കാനും നമ്മൾ പുതിയതായിട്ടുള്ള ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ചെറിയ ഫീസ് ഉണ്ട്. APLകാർക്കാണെങ്കിൽ 250-300 രൂപയും BPLകാർക്കാണെങ്കിൽ 50 രൂപ, അങ്ങനെയൊക്കെ ഒരു ചെറിയ 50-100 അങ്ങനെയാണ് ചാർജ് വരുന്നത്. അത് മുഴുവൻ നമ്മുടെ അതതുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ നടന്നു വരുന്നത്. ഇനി ഒരാൾക്ക് വേണ്ടി നമ്മൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി, റേഷൻ കാർഡിന്റെ കോപ്പി, പിന്നെ പാസ്ബുക്കിന്റെ കോപ്പി, ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, ഇത്രയും സാധനങ്ങൾ വേണം. ഇനിയിപ്പോൾ മൈനർ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പാസ്ബുക്ക് എടുക്കുമ്പം നമ്മുടെ പാരന്റിന്റെ ഒരാളുടെയും കൂടിയുള്ള ജോയിന്റ് അക്കൗണ്ടിന്റെ ആവുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഇനി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഫോമും കാര്യങ്ങളും നമ്മൾ എവിടെ കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മളെ കലക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന LLC എന്ന് പറയുന്ന കേന്ദ്രങ്ങൾ ഓഫീസ് ഉണ്ട്, അവിടെ വഴി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യ നീതി വകുപ്പ്, അതായത് നമ്മുടെ ട്രസ്റ്റുകളൊക്കെ അല്ലേ അവിടെ, പിന്നെ CRC പോലത്തെ സ്ഥാപനങ്ങൾ, അവർ വഴി അപ്ലൈ ചെയ്യാം. നാഷണൽ ട്രസ്റ്റിന്റെ സ്റ്റേറ്റ് നോഡൽ ഏജൻസി ഉണ്ട്, പിന്നെ ഓരോ ജില്ലകളിലും പ്രവർത്തിക്കുന്ന നോഡൽ ഏജൻസീസ് ഉണ്ട്, ഇവർ വഴി അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് നിരാമയ സൈറ്റിൽ കയറിയിട്ട് അക്ഷയന്ന് എന്താ പറയുക ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നേരിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമ്മൾ ഓരോ വർഷവും നമ്മൾ പുതുക്കണം. സാധാരണ ഒരു ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് പുതുക്കുക. ഈ സമയത്തല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ജൂൺ ജൂലൈ മാസത്തിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്, നമ്മൾ പുതിയതായി ചേർന്നെന്ന് വിചാരിക്കാം. പുതിയതായി ചേർന്ന് നമ്മൾ അപ്ലൈ ചെയ്താൽ 1-2 മാസത്തിനകത്ത് നമുക്കൊരു നിരാമയ കാർഡ് കിട്ടും, നമ്മളൊരു നമ്പറൊക്കെ വെച്ചിട്ടുള്ള കാർഡ് കിട്ടും. അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അടുത്ത വർഷം മാർച്ച് വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ മാർച്ച് എത്തുന്നതിന്റെ മുന്നേ നമ്മൾ ഓരോ വർഷത്തത് പുതുക്കി വരണം. ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് 1,00,000 രൂപ എന്ന് പറയുന്ന സ്കീം. അത് നേരിട്ട് നമുക്ക് കാശായിട്ട് കിട്ടില്ല ചെയ്യാം. നമ്മളിപ്പോൾ OPയിൽ പോയി കാണിക്കുക, പിന്നെ നമ്മൾ ടെസ്റ്റുകൾ, മരുന്നുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതിൻ്റെയൊക്കെ ബില്ല് നമ്മൾ പേ ചെയ്യുന്ന ബില്ല് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് അവർക്ക് അയച്ചു കൊടുത്താൽ പിന്നെ അത് ഇൻഷുറൻസ് ക്ലെയിമായിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് കയറുക ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ പദ്ധതി. ഇതിപ്പോൾ പാറുവിന്റെ നിരാമയന്റെ ഒരു വർഷത്തെ കാർഡായിട്ടോ. ഞാൻ ഈ പറഞ്ഞ രേഖകളൊക്കെ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്താൽ അവരിങ്ങനെ ഒരു കാർഡായിട്ട് നമുക്ക് അയക്കും. ഞാനത് പ്രിന്റ് എടുത്തിട്ട് പിന്നെ കയ്യിൽ വെക്കുന്നതാണ്. അപ്പോൾ ഇതിലൊരു പോളിസി നമ്പർ, ഹെൽത്ത് ID കാർഡ് നമ്പറൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഇതിൽ താഴെ നോക്കിയാൽ ശരിക്കും കാണാം വാലിഡിറ്റി. ഇത് മാർച്ച് 2023 വരെ വാലിഡിറ്റി ഉള്ള പേപ്പറാണ്. അപ്പോൾ അത് ഓരോ മാർച്ചിലും നമ്മളിത് പുതുക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി നമ്മളിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു തവണ നമ്മൾ നിരാമയ കാർഡ് എടുത്തു, നമ്മൾ രജിസ്റ്റർ ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ പരിപാടി കഴിയുന്നില്ല. പിന്നെ ഓരോ മാസവും നമ്മളിപ്പോൾ തെറാപ്പിക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ബില്ല്, അതൊക്കെ എന്താ പറയുക, ഒരു സ്ഥാപനത്തിൽ പോകണം കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ പോയി ചെയ്യുന്നതൊന്നും ബില്ലായിട്ട് കൂട്ടില്ല. സ്ഥാപനത്തിൽ പോയിട്ട് ബില്ലുള്ള ഇതാണെങ്കിൽ ആ ബില്ല് അവർ സൈൻ ചെയ്ത് സീല് വെച്ച ബില്ല്, പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ, അവരുടെ മെഡിസിൻസിന്റെ ബില്ല് എല്ലാം കളക്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഒരു ബില്ല് നമ്മൾ കാശ് കൊടുത്തിട്ടാണല്ലോ, കാശ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ ബില്ല് വെച്ചിട്ടാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ആ ബില്ലുകൾ, പിന്നെ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന ബില്ലുകൾ, പിന്നെ നമ്മൾ എക്സ്ട്രാ ഇവർക്കുള്ള തെറാപ്പിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കില്ലേ, എഫോ ഗേറ്റേഴ്സ്, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ, അത് പിന്നെ നമ്മൾ OPയിൽ പോയി കാണിക്കുന്ന അഡ്മിറ്റ് ആയിട്ട് എടുക്കുന്ന ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ എല്ലാത്തിൻ്റെയും പ്രിസ്ക്രിപ്ഷനും ബില്ലുകളും നമ്മൾ സൂക്ഷിച്ചു വെക്കണം.
സൂക്ഷിച്ച് വെച്ചിട്ട് ഓരോ മാസം, ഇതിപ്പോൾ ജനുവരി മാസമാണെങ്കിൽ ജനുവരി 30-ൻ്റെ ഉള്ളിൽ, അതായത് അവസാനത്തെ വർക്കിംഗ് ദിവസത്തിന് മുന്നേ അവർക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ബില്ലുകൾ മുഴുവൻ അതിൽ നമ്മൾ കാണിക്കുന്ന ഡോക്ടർ ഏതാണോ ആ ഡോക്ടർ സൈൻ ചെയ്യണം, സീല് വെക്കണം. അത് പിന്നെ നമ്മൾ ഈ നിരാമയൻ്റെ ഈ കാർഡ് കിട്ടുന്നില്ലേ, ഇതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, പിന്നെ പാസ്ബുക്കിൻ്റെ ഫോട്ടോസ്റ്റാറ്റ്, പിന്നെ നമ്മൾ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോസ്റ്റാറ്റ്, പിന്നെ ഈ ഒരു ഫോം. ഓരോ മാസം ഇങ്ങനത്തെ ഒരു ഫോം ഉണ്ടാവും. ഓരോ മാസം നമ്മൾ ക്ലെയിമിന് അപ്ലൈ ചെയ്യുമ്പോൾ ഫില്ല് ചെയ്ത് അയക്കേണ്ട ഫോമാണത്. ഇത് നമുക്ക് നെറ്റിൽ നിരാമയുടെ സൈറ്റിൽ കയറിയാൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഞാനിതൊരു കോപ്പി എടുത്തുകൊണ്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കാം. അതിൻ്റെ മേലെ തന്നെ ഒരു പോളിസി നമ്പർ ഉണ്ടാവും. ഇത് നമുക്ക് കിട്ടുന്ന നിരാമയ കാർഡിലുള്ള പോളിസി നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ഡീറ്റെയിൽ ഓഫ് ക്ലെയിമെൻ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്തത് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ കുട്ടികളുടെ പേര് കൊടുക്കേണ്ടത്. അതിൽ ഡിസേബിലിറ്റിയും വയസ്സും BPL കാർഡ് നമ്പറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. പിന്നെ നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ ഏതാണ്, പിന്നെ ഡോക്ടറിൻ്റെ പേര്, ഡോക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. ശ്രദ്ധിക്കണം, ഈ ഫോം ഇംഗ്ലീഷിലല്ല ഫില്ല് ചെയ്യണം. പിന്നെ വരുന്നത് കാണിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അഡ്മിറ്റ് ആയ ഡേറ്റ്, ടൈം, ഡിസ്ചാർജ് ആയ ഡേറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എത്ര എമൗണ്ട് നമ്മൾ ക്ലെയിമിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ബില്ലുകൾ ഉണ്ടാവും, കുറേ മരുന്ന് വാങ്ങിയ ബില്ലുകൾ ഉണ്ടാവും, അതിൻ്റെ കാശിൻ്റെ എമൗണ്ട്, പിന്നെ ട്രാവൽ അലവൻസ്, പിന്നെ നമ്മൾ തെറാപ്പീൻ്റെ കാശുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ മാസം നമുക്ക് എന്തൊക്കെയാണോ വരുന്നത് അതൊക്കെ കൂടി എമൗണ്ട് ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ എഴുതുന്നതാണ് ഈ കള്ളിയിൽ. ഇനി ഇവിടെയൊക്കെ നമ്മൾ ബില്ലാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ടിക്കറ്റ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഈ കള്ളിയിൽ ഇവിടെ സൈൻ ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമ്മൾ പേരൻ്റ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൈൻ ചെയ്യുക. ഇനി ചെയ്യാനായ വലിയ മുതിർന്ന ആൾക്കാരാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അവർ തന്നെ സൈൻ ചെയ്യുക. ഡേറ്റും പ്ലേസും എഴുതുക. പിന്നെ ഇതാണ് നമ്മളെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കള്ളി വരുന്നത്. ഇവിടെ നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബ്രാഞ്ച്, അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തെറ്റാതെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടിയിലുണ്ട് അഡ്രസ്സ്. 30 ദിവസത്തിനകം ഈ അഡ്രസ്സിൽ എത്തുന്ന രീതിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഈ ഫോം നമുക്ക് നിരാമയൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിതൊരു കോപ്പി ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പിന്നെ അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഓരോ മാസം അയക്കാറാണ് പതിവ്. ഇനി ഇത് അയക്കുമ്പോൾ നമ്മളിപ്പോൾ ജനുവരിയിലാണെങ്കിൽ ജനുവരി 1 മുതൽ 30 വരെ നമ്മൾ നടന്ന ഈ ബില്ലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സൈൻ ചെയ്ത് അവസാനത്തെ വർക്കിംഗ് ഡേക്ക് മുന്നേ അവിടെ എത്തുന്ന രീതിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്നുകിൽ സ്പീഡ് പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ചെയ്യുക, എന്നാലേ അവിടെ എത്തി എന്നുള്ളൊരു പ്രൂഫ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞെങ്കിൽ നമുക്ക് കാശ് കിട്ടിക്കൊള്ളുമല്ലോ എന്ന് വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. കാരണം അവിടെ എത്തുന്ന ഒരു സമയം നമ്മൾ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഇതിലുള്ള നമ്പറില്ലേ, രക്ഷയുടെ ഓഫീസ്, നമ്മളിത് കൊച്ചിയിലുള്ള, ഞാനിത് അയക്കാറ് കൊച്ചിയിലുള്ള രക്ഷയുടെ ഓഫീസിലേക്കാണ്. അപ്പോൾ അവിടേക്ക് വിളിച്ചാൽ അവർ നമ്മളിപ്പോൾ ഞാൻ സ്പീഡ് പോസ്റ്റ് അയക്കാറ്. സ്പീഡ് പോസ്റ്റ് അയക്കുമ്പോൾ അതിൽ EL എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ ആ നമ്പർ പറഞ്ഞു കൊടുത്താൽ അവരത് അവിടെ സെർച്ച് ചെയ്തിട്ട് അവർ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയും. റിസീവ് ചെയ്താൽ റിസീവ് ചെയ്തു, പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിത് അയച്ചു കഴിഞ്ഞു, എനിക്ക് കാശ് വന്നോളും, ഇല്ലെങ്കിൽ വന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിരുന്നൊരു കാര്യമില്ല. നമ്മളിത് ഫോളോ അപ്പ് ചെയ്താൽ അവരിത് പ്രോസസ്സിങ്ങിലാണെന്ന് പറയും. ഇനി അല്ല, നമ്മൾ അയച്ച പ്രൂഫിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതവിടെ പ്രോസസ്സിങ് സ്റ്റോപ്പായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വിളിച്ച് അന്വേഷിച്ചാൽ അവർ പറയും ഇതിൽ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് ഉള്ളത്, ഇതിൽ എന്തെങ്കിലും കോപ്പിയും കൂടി ആഡ് ചെയ്യാനുണ്ടോ, അങ്ങനെ പറയും. ആദ്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം ഈ ഫോം ഫില്ല് ചെയ്യും, പിന്നെ ബാക്കി നമ്മളെ ബില്ലുകളും കാര്യങ്ങളും സൈൻ ചെയ്തയക്കും. അത്രയും മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ബാക്കി കോപ്പികളൊന്നും വെക്കാറുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ 2-3 മാസം കഴിഞ്ഞിട്ടും കാശൊന്നും വരുന്നത് കാണാഞ്ഞപ്പോൾ വിളിച്ച് നോക്കിയപ്പോഴാണ് അവർ പറയുന്നത് ഓരോ മാസം അയക്കുമ്പോഴും ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളുടെ കോപ്പിയും കൂടി അയക്കണം. പിന്നെ അത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്ക് വിളിച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇത് പ്രോസസ്സിങ്ങിലാണ്, എല്ലാം ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് പ്രോസസ്സിങ്ങിലായിട്ട് ക്ലെയിമിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞ പരിപാടി. പിന്നെ നമുക്ക് ക്ലെയിമായിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് 1-2 മാസത്തിനകത്ത് വരും. അപ്പോൾ ഇത് 1 മാസത്തെ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത മാസത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യാം, അതിൻ്റെ അടുത്ത മാസത്തിൽ ഇതേപോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അയച്ച മാസത്തെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലെയിം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ 1 ലക്ഷം രൂപ മുഴുവൻ നമ്മൾ വെറുതെ മരുന്ന് വാങ്ങി ബില്ലൊക്കെ വെച്ചാൽ ഈ 1 ലക്ഷം രൂപ മുഴുവൻ കിട്ടും, അങ്ങനെയല്ല. ഇതിപ്പോൾ നമ്മളെ സർജറി വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ സർജറിക്ക് 1 വർഷത്തേക്ക് 50,000 രൂപ, നോൺ സർജിക്കലിനാണെങ്കിൽ 10,000, പിന്നെ തെറാപ്പിക്ക് 1 വർഷത്തേക്കുള്ള തെറാപ്പിക്ക് 10,000 രൂപ, പിന്നെ ഡെന്റൽ കെയറിന് വേണ്ടിയിട്ട് 2,500 രൂപ,
പിന്നെ ട്രാവൽ അലവൻസിന് ഒരു വർഷത്തേക്ക് 1000 രൂപ. അങ്ങനെ കുറേ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. നമ്മൾ ആയുർവേദം, ഹോമിയോ അങ്ങനത്തെ വേറെ ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കുകയാണെങ്കിലോ, അഡ്മിറ്റ് ആയിട്ട് കാണിക്കുകയാണെങ്കിലോ, OP കാണിക്കുകയാണെങ്കിലോ ഒക്കത്തിനും സെപ്പറേറ്റ് ആയിട്ട് ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയക്കുന്ന ബില്ലുകളും കാര്യങ്ങളൊക്കെ ഏതിലേക്ക് വരുന്നതാണ്, എത്ര എമൗണ്ട് തരാൻ പറ്റും, നമ്മൾ തോനെ ഒരുപാടുള്ള ബില്ല് അയച്ചാലും ഇവർ ഈ കാറ്റഗറിയിൽ പെടുത്തിയിട്ട് ഉൾക്കൊള്ളിക്കാവുന്ന ഒരു വർഷത്തിൽ പെടുത്താവുന്ന രീതിയിലുള്ള എമൗണ്ട് നമുക്ക് അയക്കും. പക്ഷെ അതന്നെ നമുക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ട്രാവൽ അലവൻസിന്റെ ചോദിക്കുന്നുണ്ട്. ട്രാവൽ അലവൻസിന് നമ്മൾ ജസ്റ്റ് ഒരു പേപ്പറിൽ നമ്മൾ ഇപ്പോൾ തെറാപ്പിക്കൊക്കെ കൊണ്ടുപോകാൻ സ്ഥിരമായിട്ട് വണ്ടി പോകുന്നുണ്ടാവുമല്ലോ, അപ്പോൾ ആ വണ്ടീൻ്റെ നമ്പർ, നമ്മൾ എവിടെ മുതൽ എവിടം വരെ പോകുന്നു, അതിൻ്റെ കിലോമീറ്റർ, അത് നമ്മൾ ജസ്റ്റ് എഴുതി ഇത്ര എമൗണ്ട് ആവുന്നു എന്ന് എഴുതിയിട്ട് നമ്മൾ സ്വന്തം സർട്ടിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ വെക്കുക. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ ഓരോ മാസവും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താ പറയുക, നമുക്കൊരു ആശ്വാസമാണ് ഇത് കിട്ടുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ അടച്ചു കഴിഞ്ഞാലും 2-3 മാസം കഴിഞ്ഞാലും നമുക്കിത് കിട്ടുക. അപ്പോൾ കിട്ടുമ്പോഴും നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാശായിട്ട് ഇത് വരുന്നത്. പിന്നെ എന്താ, നമ്മളിത് ഫോളോ അപ്പ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമ്മൾ ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച്, ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഓരോ മാസം ഡോക്ടറെ കാണിക്കാൻ പോകുമല്ലോ എന്തായാലും. അപ്പോൾ ബില്ലുകളൊക്കെ കളക്ട് ചെയ്ത് ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ ബില്ലും കൊണ്ടുപോകും. എന്നിട്ട് ഡോക്ടറെ കൊണ്ട് അപ്പം തന്നെ സൈൻ ചെയ്യിപ്പിച്ചിട്ട് അപ്പം തന്നെ അയക്കാൻ നോക്കും. സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ 1-2 ദിവസം കൊണ്ട് തന്നെ എന്തായാലും അവിടെ എത്തില്ല. അപ്പോൾ മാസം അവസാനം വരെ വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റിലേക്ക് അയക്കുക ചെയ്യാറ്. എന്തായാലും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർക്കും, പിന്നെ നമ്മൾ മാസത്തിൽ 6 മാസമൊക്കെ കൂടുമ്പോൾ എല്ലാ ടെസ്റ്റുകളും റെഗുലർലി ചെയ്യുന്നവരുണ്ടാവില്ല, അങ്ങനത്തെ ടെസ്റ്റുകൾ. ഇനി അഡ്മിറ്റ് ആയാലും നമ്മൾ എക്സ്ട്രാ ടെസ്റ്റുകൾ ചെയ്യും, പുറത്തുനിന്ന് മരുന്ന് മേടിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും കിട്ടില്ല. എല്ലാ എന്താ പറയുക, സർക്കാർ ആശുപത്രിയിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഉണ്ട്. പിന്നെ ഈ ഇൻഷുറൻസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ഹോസ്പിറ്റലുണ്ട്. അവിടെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ആവശ്യമുള്ളവരൊന്ന്, കാണാത്തവരുണ്ടാവും, ഇങ്ങനത്തെ കുട്ടികളൊക്കെ വീട്ടിലുള്ളവരും ഇങ്ങനത്തെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയോ എന്നറിയില്ല. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ബൈ.